സമൂഹത്തിലെ വൈവിധ്യങ്ങളെ ചേർത്തു നിർത്തുക എന്ന സന്ദേശവുമായി ഡിഫറൻഷ്യ എന്ന പേരിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക മേള ശ്രദ്ധേയമായി. വരയും സംവാദവും നൃത്തവും നാടകവും പുസ്തക പ്രകാശനവും ഒക്കെ ഇടകലർന്ന കൂട്ടായ്മ നടന്നത് ചങ്ങമ്പുഴ പാർക്കിലാണ്. പ്രമുഖ ആക്ടിവിസ്റ്റുകൾ പങ്കെടുത്ത ഡെമോക്രസി ആൻഡ് ജെൻഡർ എന്ന സംവാദമായിരുന്നു മേളയുടെ മുഖ്യ ആകർഷണം. വരയും എഴുത്തും ഗാനവും അഭിനയവും എല്ലാം ഇടകലർന്ന നവ്യ അനുഭവം. ചങ്ങമ്പുഴ പാർക്കിൽ വൈവിധ്യങ്ങളുടെ മേളയായ ഡിഫറൻഷ്യ കാഴ്ചവെച്ചത് ഇതൊക്കെയായിരുന്നു. മുൻ മാധ്യമപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ രാംദാസാണ് മേളയ്ക്ക് നേതൃത്വം നൽകിയത്. ഡിഫറൻഷ്യ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ അത് ദ്യോതിപ്പിക്കുന്നുണ്ട്. അത് വൈവിധ്യങ്ങളുടെ ഒരു ആഘോഷമാണ്, വൈവിധ്യങ്ങളുടെ ഒരു കൂട്ടമാണത്. മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് വേണ്ടി വളരെ പോസിറ്റീവായി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടായിട്ടുള്ള ഒരു ആലോചനയാണിത്. റോട്ടറി ക്ലബ്ബ്, കൊച്ചിൻ ടൈറ്റൻസ് തുടങ്ങി വിവിധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെയായിരുന്നു പരിപാടി. സമൂഹത്തിലെ വ്യത്യസ്ത ലിംഗങ്ങളിലുള്ള മനുഷ്യരുടെ ജനാധിപത്യ അവകാശങ്ങളും പ്രതിസന്ധികളും ചർച്ചയായ സംവാദം ശ്രദ്ധേയമായി. ഈ ഇന്റർസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ വിഷയം അത് വെറുതെ പറഞ്ഞൊന്നുമല്ല, അത് വളരെ ബോധപൂർവം ശക്തമായും ഈ വേദിയിൽ ഉന്നയിച്ചു തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള സന്തോഷങ്ങളിൽ താല്പര്യം കൊള്ളുന്നുവോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവ്രി വൺ സെലിബ്രിറ്റീസ് ആണ് എന്നുള്ളതാണ്. 24 സീനിയർ റിസർച്ച് എഡിറ്റർ യു പ്രദീപാണ് സംവാദത്തിന് നേതൃത്വം നൽകിയത്. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ശീതൾ ശ്യാം, അഭിനേതാവ് സുധി കോഴിക്കോട് അടക്കമുള്ള പ്രമുഖർ ചർച്ചയുടെ ഭാഗമായി. 24 കൊച്ചി. അപ്പൊ മുഖ്യ ആകർഷണം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരു സന്തോഷമുണ്ട്. നമ്മുടെ മുഖ്യ ആകർഷണം യു പ്രദീപാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്രച്ചേട്ടൻ. മാത്രമല്ല മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാ തിരുത്തലുകളും ഈ ഡെസ്കിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് യു പ്രദീപേട്ടൻ. അതുകൊണ്ട് തന്നെ പ്രദീപേട്ടൻ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഉപ്രത്തെഴുത്തച്ഛൻ എന്നാണ് പ്രേക്ഷകരുടെ അറിവിലേക്ക്.